കേരളത്തിന്റെ ജനസംഖ്യയുടെ 25% ആളുകൾക്കും പ്രമേഹമുണ്ടെന്നാണ് പുതുതായി പുറത്തുവന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പല തെറ്റുധാരണകളും പ്രമേഹത്തെപ്പറ്റി ജനങ്ങൾക്കിടയിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രമേഹം വന്നാൽ ഒരിക്കലും മാറില്ല എന്നുള്ളത്. മറ്റൊരു തെറ്റിദ്ധാരണ എന്തെന്നാൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ശരിയായ വ്യായാമവും ശരിയായ രീതിയിലുള്ള ഭക്ഷണക്രമത്തിലൂടെയും നമുക്കൊരു പരിധിവരെ പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ കഴിയും. പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളും വീട്ടുവൈദ്യങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 1 ടീസ്പൂൺ ഉലുവ. ഒരു രാത്രി വെള്ളത്തിൽ കുതിർത്ത ശേഷം രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. ഉലുവ ചായ ഉണ്ടാക്കി കുടിക്കുന്നതും നല്ലതാണ്. ഞാവൽപ്പഴത്തിൽ ആന്റി ഓക്സിഡന്റ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ വെള്ളത്തിലോ ചായയിലോ ഒരു നുള്ള് കറുവപ്പട്ട പൊടി ചേർത്ത് കഴിക്കുക. ഇത് ഇൻസുലിൻ സംവേദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഭക്ഷണത്തിൽ 1 മണിക്കൂർ മുമ്പോ ശേഷമോ 10 മുതൽ 20 മില്ലി ഓർഗാനിക് ആപ്പിൾ സീഡർ വിനേഗർ വെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത് ഗുണം ചെയ്യും. നെല്ലിക്കയും പച്ചമഞ്ഞളും 25 മില്ലിഗ്രാം ചേർത്തുള്ള കഷായം പ്രമേഹം തടയാൻ സഹായിക്കുന്നു. ചിറ്റമൃതിന്റെ നീര് 25 മില്ലി തേൻ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് പ്രമേഹം ശമിപ്പിക്കാൻ സഹായിക്കും. മത്തനില, ചേമ്പില തുടങ്ങിയ ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രമേഹ നിയന്ത്രണത്തിന് ഫലപ്രദമാണ്. ഇവയിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ദിവസവും 3 ലിറ്റർ വെള്ളം കുടിക്കുന്നത് പ്രമേഹ നിയന്ത്രണത്തിന് പ്രധാനമാണ്. കൂടാതെ ഉപ്പ്, പാലുൽപ്പന്നങ്ങൾ, ധാന്യങ്ങൾ, കഫീൻ, വറുത്ത ഭക്ഷണങ്ങൾ, വെളുത്ത അരി, പഞ്ചസാര, മദ്യം എന്നിവയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുകയും ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക. ദിവസേന കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വ്യായാമവും പ്രാണായാമവും ചെയ്യുന്നത് ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമാക്കണം. നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രോട്ടീനും നാരുകളും കുറഞ്ഞ അളവിൽ കാർബും ഉൾപ്പെടുത്തുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നത് തടയാൻ സഹായിക്കും. ഈ പറഞ്ഞ ചികിത്സാരീതികൾ ആരംഭിക്കുന്നതിന് മുൻപ് ഒരു ഡോക്ടറുടെയോ ആരോഗ്യ വിദഗ്ധന്റെയോ നിർദ്ദേശം തേടേണ്ടത് അത്യാവശ്യമാണ്. ഇതുപോലുള്ള ഹെൽത്ത് റിലേറ്റഡ് വീഡിയോകൾക്കായി ഡോക്ടർ AI സബ്സ്ക്രൈബ് ചെയ്തോളൂ.